ഗുഡ് മോർണിംഗ്. നമ്മൾ 5th ചാപ്റ്റർ ഡാറ്റ കളക്ഷൻ എന്നുള്ളതായിരുന്നു ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് 6th ചാപ്റ്ററിലോട്ട് പോവുകയാണ്. സാമ്പിളിംഗ് പ്ലാൻ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്, സാമ്പിളിംഗ് പ്ലാൻ. അപ്പോൾ ചാപ്റ്ററിന് മുമ്പിലോട്ട് പോകുന്നതിന് മുമ്പ് സാമ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സാമ്പിളിംഗ് പ്ലാൻ എന്ന് പറയുമ്പോൾ തന്നെ അതിന് കിട്ടിയിട്ടുണ്ടാവും നമ്മളിനി എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അതായത് ഒരു റിസർച്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ഈ ഒരു സാമ്പിളിംഗ് പ്ലാൻ എന്നുള്ള ടേം. വേറെ ഒന്നുമല്ല, ആ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള സാമ്പിൾസിനെ, അതായത് സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാമ്പിൾസിന് റിലേറ്റഡ് ആയിട്ട് അവരെങ്ങനെ സെലക്ട് ചെയ്യും, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു സ്റ്റഡി നടത്തുമ്പോൾ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ കുറച്ച് ആളുകൾ വേണം, അല്ലെങ്കിൽ കുറച്ച് സാമ്പിൾസിനെ വേണം. അപ്പോൾ ടോട്ടൽ പോപ്പുലേഷനെ വെച്ചിട്ട് സ്റ്റഡി ചെയ്യാന്നുള്ളത് എല്ലാ കേസിലും പോസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. സോ ആ പോപ്പുലേഷനെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന അതിൽ നിന്ന് കുറച്ച് സാമ്പിൾസ് എടുത്തിട്ടായിരിക്കും നമ്മൾ സ്റ്റഡി നടത്തുന്നത്. സോ അതെങ്ങനെയാണ് നടത്തുക എന്നൊക്കെ ഉള്ളതാണ് നമ്മളിനി നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എ സാമ്പിളിംഗ് പ്ലാൻ ഈസ് എ ടേം വൈഡ്ലി യൂസ്ഡ് ഇൻ റിസർച്ച് സ്റ്റഡീസ്. റിസർച്ച് സ്റ്റഡീസിൽ വൈഡ്ലി യൂസ് ചെയ്യുന്നൊരു ടേമാണ് സാമ്പിളിംഗ് പ്ലാൻ. That provides an outline on the basis of which research is conducted. സോ സാമ്പിളിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഔട്ട്ലൈൻ ആണ്. അത് റിസർച്ചറിന് എന്ത് ചെയ്യും, ഒരു ബേസ് കൊടുക്കും, എങ്ങനെയാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ബേസ് ഈ സാമ്പിളിംഗ് അല്ലെങ്കിൽ സാമ്പിൾ പ്ലാനിൽ കൊടുക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇറ്റ് ടെൽസ് വിച്ച് കാറ്റഗറി ഈസ് ടു ബി സർവേഡ്. അപ്പോൾ ഈ സാമ്പിളിംഗ് പ്ലാനിൽ ഇനി എന്തൊക്കെയാണ് വരുന്നതെന്നാണ് പറയുന്നത്, ഏത് കാറ്റഗറിയാണ് നമ്മൾ സർവേ ചെയ്യുന്നത്. ഇപ്പം ജോഗ്രഫിക്കൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ആണോ വില്ലേജ് ആണോ, അതല്ല അതുപോലെ തന്നെ വേറെ കാറ്റഗറി ഇപ്പം ജെൻഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിലാണോ ഫീമെയിലാണോ, ഈ രീതിയിൽ ഏത് കാറ്റഗറിയിൽ നിന്നാണ് എടുക്കേണ്ടത് അത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ വാട്ട് ഷുഡ് ബി ദ സാമ്പിൾ സൈസ് എത്ര എടുക്കണം എന്നുള്ളത് അതിൽ പറയുന്നുണ്ടാവും. ഹൗ ദ റെസ്പോണ്ടൻസ് ഷുഡ് ബി ചൂസൺ ഔട്ട് ഓഫ് ദി പോപ്പുലേഷൻ. ടോട്ടൽ പോപ്പുലേഷനിൽ എങ്ങനെ നമുക്ക് ആപ്റ്റായിട്ടുള്ള സാമ്പിൾസിനെ സെലക്ട് ചെയ്യാം എന്നുള്ളത് പറയുന്നുണ്ടാവും. ഓക്കെ, സോ സാമ്പിളിംഗ് പ്ലാൻ ഇൻക്ലൂഡ്സ് ദി ഫോളോയിങ് മേജർ ഡിസിഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, സാമ്പിളിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു സാമ്പിൾസ് ഒരു സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ള സാമ്പിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് പ്ലാൻ അല്ലെങ്കിൽ സാമ്പിളിംഗ് ഡിസൈൻ എന്ന് പറയാം. അതായത് സാമ്പിൾസിനെ ഏത് കാറ്റഗറിയിൽ നിന്ന് എടുക്കണം, എത്ര സാമ്പിൾസിനെ എടുക്കണം, സാമ്പിൾസിനെ എടുക്കാൻ വേണ്ടി എന്ത് മെത്തേഡ് യൂസ് ചെയ്യണം, ഈ രീതിയിൽ സാമ്പിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് വേണ്ടിയിട്ടൊരു പ്ലാൻ തയ്യാറാക്കുകയാണ്. അതാണ് സാമ്പിളിംഗ് പ്ലാൻ. ഇനി എന്തൊക്കെ ഡിസിഷൻസ് ആണ് സാമ്പിളിംഗ് പ്ലാനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, സാമ്പിളിംഗ് യൂണിറ്റ്. അതിൽ തന്നെ സാമ്പിളിംഗ് യൂണിറ്റ് എന്താണെന്നുള്ളത് അതിൽ ഡിസൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ റിസർച്ചർ വാണ്ട്സ് ടു ഡിറ്റർമൈൻ ദി കാറ്റഗറി ഓഫ് ദി പോപ്പുലേഷൻ ടു ബി സർവേഡ്. അതായത് സർവേ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഇപ്പോൾ പോപ്പുലേഷൻ്റെ കാറ്റഗറി എന്താണെന്നുള്ളത് ആദ്യം തന്നെ എന്ത് ചെയ്യണം, നമ്മൾ തീരുമാനിക്കണം. അത് സാമ്പിളിംഗ് പ്ലാനിൽ വരുന്നതാണ്. അതായത് ഇപ്പം ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇൻ ദിസ് കേസ് ഓഫ് ബാങ്കിങ് ഇൻഡസ്ട്രി ഷുഡ് ദ സാമ്പിളിംഗ് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് കറൻറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ഓർ സേവിങ് അക്കൗണ്ട് ഹോൾഡേഴ്സ്. ഇപ്പം നമ്മൾ ബാങ്ക് കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ടാണ് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. സോ നമ്മളവിടെ നമ്മുടെ പോപ്പുലേഷൻ്റെ കാറ്റഗറി ഡിറ്റർമിൻ ചെയ്യുകയാണ്. അതായത് കറൻറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സിനെ വേണോ സെലക്ട് ചെയ്യാൻ, സേവിങ് അക്കൗണ്ട് ഹോൾഡേഴ്സിനെ വേണോ സെലക്ട് ചെയ്യാൻ, അതല്ല രണ്ട് കാറ്റഗറി കൂടി കൂടിയിട്ട് കറൻറ്റ് അക്കൗണ്ടും സേവിങ് അക്കൗണ്ടും കൂടെ കൂടിയിട്ടുള്ളതാണ് വേണ്ടത്, അതല്ല മറ്റെന്തെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ കസ്റ്റമേഴ്സിനെ എടുക്കുകയാണോ, ഈ രീതിയിൽ ആ ഒരു പോപ്പുലേഷൻ കാറ്റഗറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറയാം. ഇങ്ങനെ മാത്രമല്ല, ഇനി ജെൻഡറിൻ്റെ കേസിലും വരുന്നുണ്ട്, ഷുഡ് ഇറ്റ് ഇൻക്ലൂഡ് മെയിൽ ഓർ ഫീമെയിൽ അക്കൗണ്ട് ഹോൾഡേഴ്സ് എന്നുള്ളത് പറയുന്നുണ്ട്. അതായത് ആ പോപ്പുലേഷൻ നമ്മൾ അവിടെ ഡിറ്റർമിൻ ചെയ്യാണ്, മെയിൽ കസ്റ്റമേഴ്സിനെയാണോ വേണ്ടത് ഫീമെയിൽ കസ്റ്റമേഴ്സിനാണോ, അതല്ല അവർ രണ്ടുപേരെയും അതിൽ കൺസിഡർ ചെയ്യണോ അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണോ, ആ രീതിയിൽ. ഇനിയിപ്പം ഒരു ജോഗ്രഫിക്കൽ ഏരിയയുടെ ബേസിലും നമുക്ക് സാമ്പിളിംഗ് യൂണിറ്റ് കൺസിഡർ ചെയ്യാം. അതായത് വില്ലേജ് ഫോക്കസ് ചെയ്യണോ അതല്ല റൂറൽ ഏരിയ ഫോക്കസ് ചെയ്യണോ, സ്റ്റേറ്റ് ഫുള്ളി എടുക്കണോ അതല്ല ഡിസ്ട്രിക്റ്റ് മാത്രം എടുത്താൽ മതിയോ, ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കാറ്റഗറി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. സോ ആ തരത്തിലുള്ള കാറ്റഗറിനെയാണ് സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് സാമ്പിൾ ഫ്രെയിം ആണ്. എ സാമ്പിൾ ഫ്രെയിം ഇസ് എ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ദി പോപ്പുലേഷൻ ഫ്രോം വിച്ച് ദി സാമ്പിൾ ഈസ് സെലക്റ്റഡ്. സാമ്പിൾ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ ഒരു പോപ്പുലേഷനിലുള്ള ആളുകളുടെ കംപ്ലീറ്റ് ലിസ്റ്റിനെയാണ് പറയുക. ഇപ്പം നമുക്കൊരു നാട്ടിലെ ആളുകളെ എടുക്കണം, നാട്ടിലെ മുഴുവൻ ആളുകളും നമ്മുടെ പോപ്പുലേഷനിൽ വരുന്നുണ്ട്, അപ്പോൾ അവരുടെ ലിസ്റ്റ് കിട്ടണം. ആ ലിസ്റ്റിനെയാണ് നമ്മൾ സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുക.
അത് ചിലപ്പോൾ ഫോൺ ഡയറക്ടറീസ് ആവാം. ഇപ്പോൾ ഫോൺ ബുക്ക് ഉണ്ടാവില്ലേ, ഫോൺ നമ്പേഴ്സ് കൊടുത്തിട്ടുള്ള മുഴുവൻ ആളുകളുടെ അങ്ങനെ ഒരു ഫോൺ ഡയറക്ടറീസ് ആവാം. അല്ലെങ്കിൽ ഇത്തരം ആളുകളുടെ നെയിമും ഡീറ്റെയിൽസുകളുടെ മറ്റെന്തെങ്കിലും രജിസ്റ്റർ ആവാം. സോ അത്തരത്തിൽ നമ്മുടെ പോപ്പുലേഷൻ്റെ മുഴുവൻ പോപ്പുലേഷൻ്റെയും ലിസ്റ്റ് കിട്ടുക എന്നുള്ളതാണ്. ആ ലിസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, സാമ്പിൾ ഫ്രെയിം എന്ന് പറയുന്നത്. Many times in research, this complete list or data is not available, which is a form of sample frame error. അപ്പം എല്ലാ കേസിലും നമുക്ക് വേണ്ട സാമ്പിൾ അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ്, ടോട്ടൽ പോപ്പുലേഷൻ്റെ ലിസ്റ്റും പോസിബിൾ ആവണമെന്നില്ല. അത്തരത്തിലൊരു സാമ്പിൾ ഫ്രെയിം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിനെയാണ് സാമ്പിൾ ഫ്രെയിം എറർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് നെക്സ്റ്റ് ഡിസിഷൻ. തേർഡ് വൺ, ഡിറ്റർമിനിങ് ദ സൈസ് ഓഫ് ദി സാമ്പിൾ. അപ്പോൾ സാമ്പിളിംഗ് പ്ലാനിൽ പിന്നീട് വരുന്ന ഒന്നെന്ന് പറഞ്ഞാൽ എത്ര സാമ്പിൾ സെലക്ട് ചെയ്യണം, സാമ്പിൾ സൈസ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. ടോട്ടൽ ഇപ്പോൾ 1000 ആണ് നമ്മുടെ പോപ്പുലേഷൻ, 1000 ആണ് നമ്മുടെ മെമ്പേഴ്സ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര പേരെ, ഇപ്പം 100 പേരെയാണോ സാമ്പിളായിട്ട് സെലക്ട് ചെയ്യേണ്ടത്, 50 പേരെയാണോ സാമ്പിളായിട്ട് സെലക്ട് ചെയ്യേണ്ടത്, ഈ രീതിയിൽ സാമ്പിൾ സൈസ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജ്. നെക്സ്റ്റ് ആണ് സെലക്ടിങ് ദി സാമ്പിളിംഗ് പ്രൊസീജിയർ. ഇനി എങ്ങനെയാണ് സാമ്പിൾസിനെ സെലക്ട് ചെയ്യുക, അതിന് കുറച്ച് മെത്തേഡ്സ് വരുന്നുണ്ട്. അതായത് റാൻഡം സാമ്പിളിംഗ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്, അതുപോലെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡും ഉണ്ട്. അതായത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീണ്ടും പഠിക്കും. അപ്പോൾ അത് ഏതാണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റേജിൽ വരുന്നത്. ഇപ്പം പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ എല്ലാ പോപ്പുലേഷനിലുള്ള എല്ലാ യൂണിറ്റിനും ഈക്വൽ ചാൻസസ് കൊടുത്തിട്ട് നമ്മൾ അതിന് റാൻഡമായിട്ട് കുറച്ച് ആളുകളെ പിക്ക് ചെയ്യാണ്. ഇപ്പോൾ എല്ലാ നെയിമും ലിസ്റ്റോ പോപ്പുലേഷൻ്റെ കംപ്ലീറ്റ് നെയിം നമ്മൾ എഴുതിയൊരു ബോളിലിട്ട് അതിൽ നമ്മൾ റാൻഡമായിട്ട് ഒരു 10 ആളെ പിക്ക് ചെയ്യുക. ഈ രീതിയിൽ കംപ്ലീറ്റ്ലി റാൻഡമായിട്ട് നമുക്ക് പിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെയാണ് റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുക. അതല്ല, നോൺ പ്രോബബിലിറ്റിയിലും ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതായത് നമ്മുടെ കൺവീനിയൻറ്റിനനുസരിച്ച്, നമ്മുടെ സൗകര്യത്തിനനുസരിച്ചൊക്കെ നമ്മൾ ചിലപ്പോൾ ആളുകളെ ഫിക്സ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാമ്പിളിനെ എടുക്കാൻ വേണ്ടി പറ്റും. സോ ആ പ്രൊസീജിയർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജിൽ വരുന്നത് കേട്ടോ. ഇനി ഫൈനലി യൂസ് ക്വാളിറ്റി സാമ്പിൾ സോഴ്സസ്. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത സാമ്പിള് ക്വാളിറ്റി സോഴ്സസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് നമ്മുടെ പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള സാമ്പിൾസിനെയാണോ നമ്മൾ ചെക്ക് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് സാനിറ്റി ചെക്ക് അല്ലെങ്കിൽ സാമ്പിൾ വാലിഡേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ സാമ്പിൾസ് എത്രത്തോളം ആ ഒരു പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്റ്റഡിക്ക് എത്രത്തോളം ആപ്റ്റാണ്. അപ്പോൾ പോപ്പുലേഷൻ റെപ്രസെൻ്റ് ചെയ്യാത്തൊരു സാമ്പിളാണ് നമ്മൾ സെലക്ട് ചെയ്തതെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, റീസാമ്പിളിങ് ചെയ്യേണ്ടി വരും. വീണ്ടും ആ സാമ്പിൾസിനെ ഒഴിവാക്കിയിട്ട് പുതിയ സാമ്പിൾസിനെ സെലക്ട് ചെയ്യേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ സാമ്പിൾസിനെ ആഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ 50 ആളെ സെലക്ട് ചെയ്തു, പക്ഷെ അത് ആ ഒരു പോപ്പുലേഷനെ കൃത്യമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ സപ്പോസ് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ഒരു ആവറേജ് മാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്യണം. അപ്പോൾ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും നമുക്ക് എടുക്കുന്നില്ല എന്ന് നിൽക്കുക. അപ്പോൾ 60 കുട്ടികളുള്ളത് 60 കുട്ടികളെ നമ്മൾ എടുക്കുന്നില്ല. പകരം വെറും 10 കുട്ടികളുടെ മാർക്ക് മാത്രം എടുത്തിട്ടാണ്, 10 നമ്മുടെ സാമ്പിൾ, 10 കുട്ടികളുടെ മാർക്ക് മാത്രം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്ലാസ്സിൻ്റെ ആവറേജ് മാർക്ക് കാണുന്നത്. സോ ആ 10 കുട്ടികളെ എടുക്കുന്നത് ഇപ്പം നമ്മൾ എടുക്കുമ്പോൾ സപ്പോസ് എല്ലാ കുട്ടികളും ബിലോ ആവറേജ് മാർക്കുള്ള കുട്ടികളായി നിൽക്കുക, തീരെ മാർക്കില്ലാത്ത കുട്ടികളായി, സ്വാഭാവികമായിട്ടും നമ്മുടെ ക്ലാസ്സിൻ്റെ മാർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ആവറേജ് മാർക്ക് കുറഞ്ഞായിരിക്കും കാണിക്കുന്നുണ്ടാവുക. സോ ആ സമയത്താണ് അവിടെ എന്ത് വരുന്നത്, ആ ഒരു ക്വാളിറ്റി സാമ്പിൾ സോഴ്സ് അല്ലാതെ വരുന്നത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ റീസാമ്പിൾ ചെയ്യാം. അതായത് എല്ലാ ആവറേജും ബിലോ ആവറേജും ഒക്കെയുള്ള കുട്ടികളൊക്കെ കൂട്ടിയിട്ട് നമുക്ക് സാമ്പിളായിട്ട് സെലക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള സാമ്പിൾക്ക് തന്നെ കൂടുതൽ ആളുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ എന്ത് ചെയ്യും, നമ്മുടെ ക്ലാസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കൂടുതൽ റെപ്രസെൻറ്റേഷൻ കിട്ടുന്ന രീതിയിൽ ആ സാമ്പിൾ മാറും. ഈ രീതിയിൽ നമ്മൾ സാമ്പിളിനെ ഒരു വാലിഡേഷൻ ചെയ്യുന്നതിന് എത്രത്തോളം ആപ്റ്റാണെന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിനെയാണ് കേട്ടോ ഈ 5th സ്റ്റേജിൽ പറയുന്നത്. നെക്സ്റ്റ് ഇനി സാമ്പിൾ ഡിസൈൻ ആണ്. സാമ്പിൾ ഡിസൈൻ അല്ലെങ്കിൽ സാമ്പിൾ പ്ലാൻ എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് എ ഡെഫിനിറ്റ് പ്ലാൻ ഫോർ ഒബ്റ്റെയിനിങ് എ സാമ്പിൾ ഫ്രം എ ഗിവൺ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിൽ നിന്നും നമുക്ക് പ്രോപ്പറായിട്ട് സാമ്പിളിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ സാമ്പിൾ ഡിസൈൻ അല്ലെങ്കിൽ സാമ്പിൾ പ്ലാൻ എന്നൊക്കെ പറയാം. ഓക്കെ, ഇപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ടെക്നിക് ഓർ ദി പ്രൊസീജിയർ ദ റിസർച്ചർ വുഡ് അഡോപ്റ്റ് ഇൻ സെലക്ടിങ് ഐറ്റംസ് ഫോർ സാമ്പിൾ. അപ്പോൾ ഒരു സാമ്പിൾ പ്ലാൻ എന്ന് പറഞ്ഞാൽ
ഒരു റിസർച്ചർ സാമ്പിൾസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രൊസീജിയറാണ് ഫോളോ ചെയ്യുക, എന്തൊക്കെ ടെക്നിക്സാണ് അഡോപ്റ്റ് ചെയ്യുക, ഇതിനെല്ലാം കൂടെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സാമ്പിൾ പ്ലാൻ എന്ന് പറയാം. ഒക്കെ ക്ലിയർ അല്ലേ? ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ടോട്ടൽ പോപ്പുലേഷന് സാമ്പിളിന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്ലാനിനെയാണ് നമ്മൾ സാമ്പിൾ പ്ലാൻ അല്ലെങ്കിൽ സാമ്പിൾ ഡിസൈൻ എന്ന് പറയാം. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് റിസർച്ച് ഡിസൈൻ ഒരു പ്ലാൻ. ടോട്ടൽ റിസർച്ച് ഡിസൈൻ്റെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ട് സാമ്പിൾ ഡിസൈൻ വരുന്നുണ്ട്. ഈ സ്റ്റെപ്സ് ഇൻ സാമ്പിൾ ഡിസൈൻ എന്നുള്ളതാണ്. സാമ്പിൾ ഡിസൈനിൽ വരുന്ന കണ്ടൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണ് ഫൈനലി ആ ഒരു സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നതിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. അത് തന്നെ ഡിഫൈൻ ദി പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ്. അത് തന്നെ നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്ന പോപ്പുലേഷൻ എന്താണെന്നുള്ളത് ആദ്യം തന്നെ ഡിഫൈൻ ചെയ്യാം. അതായത് നമ്മൾ ഏത് കാറ്റഗറിയാണ്, അതായത് ഇപ്പോൾ നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുമ്പം നമ്മൾ എവിടെയാണ് സ്റ്റഡി ചെയ്യുന്നത്, നമുക്ക് ആരെയാണ് സ്റ്റഡി ചെയ്യേണ്ടത്, ഇത് കൃത്യമായിട്ട് നമ്മൾ ആദ്യം തന്നെ ഡിഫൈൻ ചെയ്തിരിക്കണം. ടോട്ടൽ പോപ്പുലേഷൻ ഇപ്പോൾ ഒരു സെൻസസ് സർവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യുന്നത് ആ നാട്ടിലെ മുഴുവൻ ആളുകളുമാണല്ലേ ആ പോപ്പുലേഷനായിട്ട് വരുന്നത്. സോ അതുപോലെ ഡിഫൈൻ ചെയ്തിരിക്കണം. അതല്ല ഒരു കോളേജിനെ കുറിച്ചിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പോപ്പുലേഷൻ ആ ടോട്ടൽ ഡിഗ്രി സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ ഡിഗ്രി സ്റ്റുഡൻസ് ആണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിരിക്കണം. അങ്ങനെ നമ്മളുടെ പോപ്പുലേഷൻ എന്താണെന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡിറ്റർമൈൻ ചെയ്യണം എന്നുള്ളതാണ്. ബാങ്കിങ് കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ ബാങ്കിങ് കസ്റ്റമേഴ്സ് അതിലെത്ര വരുന്നുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം. ഇപ്പോൾ ഈ പോപ്പുലേഷൻ ചിലപ്പം എന്തുണ്ടാവും, നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള പോപ്പുലേഷൻ ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ആ ഒരു ടോട്ടൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, ഇപ്പം ആകാശത്ത് എത്ര നക്ഷത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല അല്ലേ. സോ അത്തരം പോപ്പുലേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ് ദി സാമ്പിളിംഗ് ഫ്രെയിം. നെക്സ്റ്റ് ഇനി വേണ്ടത് ഈ പോപ്പുലേഷനിലുള്ള മുഴുവൻ ആളുകളുടെ ഒരു ലിസ്റ്റ് കിട്ടുക എന്നുള്ളതാണ്. സാമ്പിളിംഗ് ഫ്രെയിം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിലുള്ള ആളുകളുടെയൊക്കെ ലിസ്റ്റ് റെഡിയാക്കി വെക്കുക, സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ സാമ്പിളിംഗ് ഫ്രെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ പോപ്പുലേഷൻ്റെ ഒരു ലിസ്റ്റ്. ഓക്കെ, ഇനി ഐഡൻറ്റിഫൈങ് ദി സാമ്പിളിംഗ് യൂണിറ്റ്. നെക്സ്റ്റ് വരുന്ന സാമ്പിളിംഗ് യൂണിറ്റാണ് നമ്മൾ പറഞ്ഞു ഏത് കാറ്റഗറിയാണ്. ഇപ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ കിട്ടിയ ഇതിൽ നിന്ന് ഏത് കാറ്റഗറിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ജെൻഡർ ബേസിൽ മെയിൽ എടുക്കണോ ഫീമെയിൽ എടുക്കണോ, അതല്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പം കാറ്റഗറി ജിയോഗ്രഫിക്കൽ ബേസിസിൽ എങ്ങനെ സെലക്ട് ചെയ്യണം, ഒരു വില്ലേജിലുള്ള ആളുകൾ എടുക്കണോ അല്ലെങ്കിൽ റൂറൽ ഏരിയയിലുള്ള പോപ്പുലേഷൻ എടുക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ബാങ്കിങ് കസ്റ്റമറിനെയാണ് നമ്മൾ പഠിക്കുന്നത്, അതാണ് നമ്മൾ ടോട്ടൽ പോപ്പുലേഷൻ. ഇനി അതിൽ നിന്ന് തന്നെ നമ്മൾ ഏത് കാറ്റഗറി എടുക്കണം, കറണ്ട് ഹോൾഡേഴ്സിന് എടുക്കണോ സേവിങ് അക്കൗണ്ട് ഹോൾഡേഴ്സിന് എടുക്കണോ, അതല്ല രണ്ട് കൂട്ടരെ എടുക്കണോ. ഈ രീതിയിൽ നമ്മുടെ ആ സാമ്പിളിംഗ് യൂണിറ്റ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. ഇനി ഫോർത്ത് വൺ, സ്റ്റേറ്റ് ദ സാമ്പിളിംഗ് മെത്തേഡ്. സാമ്പിളിംഗ് മെത്തേഡ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം. അതായത് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ പ്രോബബിലിറ്റി മെത്തേഡാണോ നോൺ പ്രോബബിലിറ്റി മെത്തേഡാണോ യൂസ് ചെയ്യുന്നത്. പ്രോബബിലിറ്റി മെത്തേഡിൽ തന്നെ ഒരുപാട് മെത്തേഡ്സ് വേറെ വരുന്നുണ്ട് കേട്ടോ, സാമ്പിൾസ് സെലക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ടോട്ടൽ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സാമ്പിൾസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യുക. അതാണ് ഫോർത്ത് സ്റ്റേജ് വരുന്നത്. ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിറ്റർമൈനിങ് ദി സാമ്പിൾ സൈസ്. എത്ര സാമ്പിൾ സൈസ് വേണം എന്നുള്ളതാണ്. ടോട്ടൽ 1000 നിന്ന് എത്ര ആണ് നമ്മുടെ സാമ്പിളായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 50 ആവാം, 10 ആവാം, 100 ആവാം, അങ്ങനെ ആ സാമ്പിൾ സൈസ് ഡിറ്റർമൈൻ ചെയ്യണം. Sixth one, spell out the sampling plan. Researchers should state the operational procedure for selection of the sample. സാമ്പിളിംഗ് പ്ലാൻ, സ്പെൽ ഔട്ട് ദി സാമ്പിളിംഗ് പ്ലാൻ അല്ലെങ്കിൽ സാമ്പിൾ ഡിസൈൻ എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സാമ്പിൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ പ്രൊസീജിയേഴ്സ് ആ ഒരു റിസർച്ചർ ഫോളോ ചെയ്തിട്ടുള്ളത് അത് പ്രോപ്പറായിട്ട് സ്റ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എഴുതുക, പറയുക, അത് പ്രോപ്പറായിട്ട് കാണിക്കുക എന്നുള്ളതാണ്. ആ ഒരു പ്രൊസീജിയർ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക, അതിനെയാണ് നമ്മൾ സാമ്പിൾ ഡിസൈൻ എന്ന് പറയുക. സോ അത് മെയ്ഡ് ചെയ്യുക, അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൽ പറയുന്നത് കേട്ടോ. ഫൈനലി സെലക്ട് ദി സാമ്പിൾ. ആൻഡ് ഈ ഒരു പ്രൊസീജിയറൊക്കെ യൂസ് ചെയ്തിട്ട് ഫൈനലി എന്ത് ചെയ്യുക, സാമ്പിളിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. സാമ്പിൾ ഡിസൈൻ എന്താണെന്നും അതിൽ വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ ആ ഒരു സ്റ്റെപ്സ് തന്നെയായിരുന്നു സാമ്പിളിൻ്റെ അല്ലെങ്കിൽ സാമ്പിളിംഗ് പ്ലാനിൽ വരുന്ന മേജർ ഡിസിഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ.